കൂട്ടുകാർ സന്യാസിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സന്യാസിയുടെ കഥ കേട്ടാലോ? എങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരിടത്തൊരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി ഒരു കാട്ടിലെ ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത്. അടുത്തുള്ള മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കായ്കനികൾ മാത്രമായിരുന്നു സന്യാസിയുടെ ആഹാരം. അങ്ങനെയിരിക്കെ ഗുഹയുടെ തൊട്ടടുത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ ധ്യാനത്തിലിരുന്ന സ്വാമിയുടെ മുന്നിലേക്ക് ഒരു നായക്കുട്ടി വന്നു. അവൻ നന്നേ ക്ഷീണത്തിലായിരുന്നു. അവനെ കണ്ട് പാവം തോന്നിയ സന്യാസി അവനെ കൂടെ താമസിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നായക്കുട്ടി സന്യാസിയുടെ കൂടെ താമസം തുടങ്ങി. പക്ഷേ ഈ നായക്കുട്ടി അടങ്ങിയിരിക്കുകയേയില്ല. രാവിലെ ആയാൽ ഗുഹയിൽ നിന്നും ഇറങ്ങി കറങ്ങി നടന്ന് സന്ധ്യയാകുമ്പോഴേ ഗുഹയിലേക്ക് തിരിച്ചെത്തു. അങ്ങനെ കറങ്ങി നടന്ന നായക്കുട്ടിയെ കാട്ടിലൊരു കടുവ ഓടിച്ചു. അവൻ പേടിച്ചോടി സന്യാസിയുടെ മുന്നിലെത്തി. എന്തുപറ്റി? സന്യാസി ചോദിച്ചു. എന്നെ ഒരു വലിയ കടുവ ഓടിച്ചു. അവൻ എന്റെ പിന്നാലെ ഉണ്ട്, നായക്കുട്ടി പറഞ്ഞു. കുറേ നാൾ തപസ്സിരുന്നതുകൊണ്ട് നമ്മുടെ സന്യാസിക്ക് അത്ഭുത ശക്തികൾ ഉണ്ടായിരുന്നു. സന്യാസി ഉടനെ തന്റെ കയ്യിലുള്ള വടിയെടുത്ത് വായുവിൽ വീശി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി നായക്കുട്ടിയുടെ നേരെ തന്റെ വടി വീശി. അപ്പോഴതാ നമ്മുടെ നായക്കുട്ടി വലിയൊരു കടുവയായി രൂപം മാറി. നായക്കുട്ടി ഓടിച്ച കടുവ ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ അതാ അവിടെ തന്നെക്കാൾ വലിയ കടുവ. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ നായക്കുട്ടി രക്ഷപ്പെട്ടു. കടുവ പോയതോടെ നായക്കുട്ടി വീണ്ടും സ്വന്തം രൂപത്തിലേക്ക് മാറി. നമ്മുടെ നായക്കുട്ടി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കറങ്ങി നടന്നു. ഒരു ദിവസം വലിയൊരു കരടി നായക്കുട്ടിയെ ഓടിച്ചിട്ടു. നായക്കുട്ടി ഓടി സന്യാസിയുടെ അടുത്തെത്തി. സന്യാസി അവനെ ഒരു വലിയ കരടിയാക്കി. അങ്ങനെ അവൻ അന്നും രക്ഷപ്പെട്ടു. നമ്മുടെ നായക്കുട്ടിയെ അങ്ങനെ ഏത് മൃഗം പേടിപ്പിച്ചാലും സന്യാസി അവനെ രൂപം മാറ്റി രക്ഷിക്കും. അങ്ങനെയിരിക്കെ നായക്കുട്ടിക്ക് ഒരാഗ്രഹം. അവൻ സന്യാസിയോട് പറഞ്ഞു, എന്നെ ഒരു സിംഹമാക്കി മാറ്റാമോ? അപ്പോഴെനിക്ക് ആരെയും പേടിക്കാതെ നടക്കാമല്ലോ. സന്യാസി ഒന്ന് ആലോചിച്ചിട്ട് സമ്മതിച്ചു. അവനെ ഒരു വലിയ സിംഹമാക്കി മാറ്റി. അങ്ങനെ അവൻ ആരെയും പേടിക്കാതെ കാട്ടിലൂടെ നടന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഗുഹയിൽ വിശ്രമിച്ചിരുന്നപ്പോൾ സിംഹമായി മാറിയ നായക്കുട്ടിക്ക് വളരെ വിശന്നു. അവന്റെ മനസ്സിൽ സന്യാസിയെ പിടിച്ച് തിന്നാമെന്ന് തോന്നി. അവൻ ധ്യാനത്തിൽ കണ്ണടച്ചിരുന്ന സന്യാസിയുടെ അടുത്തേക്ക് പമ്മി പമ്മി നീങ്ങി. പക്ഷെ അത്ഭുത ശക്തിയുള്ള സന്യാസിക്ക് അത് മനസ്സിലായി. സന്യാസി ഉടനെ മന്ത്രം ചൊല്ലി അവനെ തിരിച്ച് നായയാക്കി മാറ്റി. തന്നെ ചതിച്ച നായയെ അതോടെ തന്റെ ഗുഹയിൽ നിന്നും പുറത്താക്കി. അങ്ങനെ സമാധാനത്തോടെ കഴിയാൻ കിട്ടിയിരുന്ന ഒരു സ്ഥലം നന്ദികേട് കൊണ്ട് കളഞ്ഞു കുളിച്ചു. നമ്മളാരും ഇങ്ങനെ നന്ദികേട് കാണിക്കുന്നവരാകരുത് കേട്ടോ കൂട്ടുകാരെ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.